കുവൈറ്റ് വിദ്യാഭ്യാസ വകുപ്പും ജനറൽ ഫയർഫോഴ്സ് വകുപ്പും സംയുക്ത സഹകരണ പ്രോട്ടോകോളുകളിൽ ഒപ്പുവെച്ചു. സർക്കാർ സേവന വിഭാഗങ്ങൾ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും പുതിയ തലമുറയിലെ കുട്ടികളിൽ സേവന സന്നദ്ധത ഉറപ്പിക്കുന്നതിന്റെയും ഭാഗമായാണ് ഈ കരാർ. സ്ഥാപന സംയോജനം ശക്തിപ്പെടുത്തുന്നതിനും സർക്കാർ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഫലപ്രദമായ പങ്കാളിത്തം ഏകീകരിക്കുന്നതിനും ദേശീയ തൊഴിൽ സംവിധാനത്തിന്റെ വികസനത്തിനും സമൂഹത്തിന് നൽകുന്ന സേവനങ്ങളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനുമായിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രാലയവും ജനറൽ ഫയർഫോഴ്സും ഒരു സംയുക്ത സഹകരണ പ്രോട്ടോകോളിൽ ഒപ്പുവെച്ചത്. ഏകോപനം വർദ്ധിപ്പിക്കുക, വൈദഗ്ധ്യം കൈമാറുക, ഇരു കക്ഷികൾക്കും ലഭ്യമായ കഴിവുകൾ പ്രയോജനപ്പെടുത്തുക, പങ്കിട്ട ദേശീയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് പിന്തുണ നൽകുക എന്നിവയാണ് ഈ പ്രോട്ടോകോളിന്റെ ലക്ഷ്യം. ജനറൽ ഫയർഫോഴ്സിന്റെ വിവിധ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിലാണ് ചടങ്ങുകൾ നടന്നത്. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ആക്ടിംഗ് അണ്ടർ സെക്രട്ടറി എഞ്ചിനീയർ മുഹമ്മദ് ഖലീബ് അൽ ഖൽദിയും ജനറൽ ഫയർഫോഴ്സ് മേധാവി മേജർ ജനറൽ തലാൽ മുഹമ്മദ് അൽ റൌമിയും പ്രോട്ടോകോളിൽ ഒപ്പുവെച്ചു. രാഷ്ട്രത്തെയും പൗരന്മാരെയും സേവിക്കുന്നതിനും ദേശീയ ഉത്തരവാദിത്തങ്ങൾ നടപ്പാക്കുന്നതിനും സർക്കാർ ജോലിയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും നൽകുന്ന സേവനങ്ങളുടെ നിലവാരം ഉയർത്തുന്നതിനും സുസ്ഥിര സഹകരണത്തിനും വൈദഗ്ധ്യത്തിന്റെ അറിവിന്റെയും കൈമാറ്റം ഉറപ്പിക്കുന്നതിനുമുള്ള ചട്ടക്കൂടുകൾ സ്ഥാപിക്കാനുള്ള ഇരു കക്ഷികളുടെയും പ്രതിബദ്ധത ഈ പ്രോട്ടോകോളിൽ ഉൾക്കൊള്ളുന്നുവെന്ന് അവർ കൂട്ടിച്ചേർത്തു. ഈ നടപടി രാജ്യത്തിലെ സ്ഥാപനങ്ങൾ തമ്മിലുള്ള സഹകരണത്തിന്റെ ഒരു മാതൃകയെ പ്രതിനിധീകരിക്കുന്നുവെന്നും ലഭ്യമായ വിഭവങ്ങളും കഴിവുകളും ഉപയോഗപ്പെടുത്താനുള്ള പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം വിശദീകരിച്ചു. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ്, വെങ്ങര.